നമ്മൾ തട്ടുകട ബീഫ് കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നന്നാക്കി കഴുകി 3-4 പ്രാവശ്യം നന്നാക്കി കഴുകിയതിന് ശേഷം ഇതൊന്ന് വെള്ളം നമ്മൾ വാർത്ത് വെക്കണം. അതിനുശേഷം നമ്മളൊരു 3 സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂണാണ്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 4 സ്പൂണ് മല്ലിപ്പൊടി, 4 സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിങ്ങനെ ഇഞ്ചി നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നാക്കി ഒന്ന് മിക്സിയിലടിച്ച് പേസ്റ്റ് രൂപമാക്കിയിട്ട് എടുക്കുക. ഇതും കൂടെ ഒന്ന് മിക്സിയിലടിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിക്കാനുണ്ട്, കാണിച്ചു തരാം. കുറച്ച് തക്കോലുണ്ട്, കുറച്ച് പെരിഞ്ചീരകം, കറാമ്പട്ട, ഗ്രാമ്പു, ഇത് മിക്സിയിലിട്ട് ഒന്ന് നന്നാക്കി അടിക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, തക്കോലം, ഗ്രാമ്പു, കുറച്ച് പെരിഞ്ചീരകം, ഇതൊന്ന് നന്നാക്കി മിക്സിയിലിട്ട് അടിക്കുക. കറാമ്പട്ടൻ്റെ കാര്യം പെട്ടെന്ന് എന്നോട് വിട്ടുവയ്ക്കുന്നു. അപ്പോൾ കറാമ്പട്ട ഇട്ടിങ്ങനെ ഇതൊന്ന് മിക്സിയിലിട്ട് നന്ന പേസ്റ്റ് രൂപമാക്കിയതിന് ശേഷം ഇതിലേക്കൊരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ കത്തിക്കാൻ പോവാം. ഉരുളി എടുത്ത് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇത് നന്നാക്കി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കൊച്ചുമോൻ ചോദിക്കുന്നുണ്ട് എന്താ പരിപാടി. നമ്മള് തട്ടുകട ബീഫ് കറിയാണ്. അയാനെ കുറച്ച് വറ്റൽമുളക് ഇടുകയാണ്, അത് പൊട്ടിച്ചിട്ടാൽ മതി. വെച്ച വെളുത്തുള്ളി പേസ്റ്റ് രൂപമാക്കിയത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചച്ചായ ഒന്ന് മാറണം, അതിനുവേണ്ടി നന്നാക്കിയിട്ടൊന്ന് പച്ചച്ചായ പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉള്ളി നന്നാക്കി വെച്ച് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നന്നാക്കി വഴറ്റുക. അതിനുശേഷം നമ്മൾ ചെറിയുള്ളി നന്നാക്കിയാൽ മതി, അരിയണ്ട. ഇതൊന്ന് നന്നാക്കി വഴച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിടുക, ഇതിൽ കുറച്ച് ഉപ്പിടുക. ഇതൊന്ന് വഴറ്റി നമ്മളെ ഉള്ളിയൊക്കെ വാടി ഒരു പരുവായി വരുന്നുണ്ട്. നന്നാക്കി ഒന്ന് വാടിയിട്ട് ശരിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ നന്നാക്കി മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ആ ചേരുവകൾ ഇതിലേക്ക് ചേർക്കാൻ പോകണം. അപ്പോൾ ഈ പരുവാക്കി വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഇടുന്നു. നന്നാക്കി ഇളക്കുക. മോൻ പറയുന്നത് ഇതാ നോക്ക്, ഇത് നമ്മളെ അടുത്ത കുക്കിങ്ങിൻ്റെ ആളാണ്. ഹായ് പറയും അവരൊക്കെ. അപ്പോൾ നമ്മളെ മസാലകളൊക്കെ നന്നാക്കി ചേർന്നാക്കി ഇനി ബീഫ് ഇടാൻ പോവുകയാണ്. നമ്മൾ കഴുകി വെച്ച ബീഫ് ഇതിലേക്ക്
വേഗം മതി. ഓക്കെ, നന്നാക്കി ഇളക്കുക. വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളത്തിൻ്റെ അകത്ത് തന്നെ വെള്ളമുണ്ട്. വെള്ളം പൊന്തി വെള്ളം ഒഴിച്ചിട്ട് വേറെ വേവിക്കുകയും വേണം. ഇറച്ചി നല്ല വേണം. 1 മണിക്കൂർ നേരെങ്കിലും നന്നാക്കി വേവിക്കുക. ഇനി നമ്മൾ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഈ വെള്ളം കുറച്ച് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വരെ വെച്ചതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മൾ നന്നാക്കി അടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് അത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ നേരം ഒന്ന് നമുക്ക് നന്നാക്കി വേവിക്കുക. മോൻ്റെ സ്വന്തം ഫേവറേറ്റ് കറിയാണിത്. അങ്ങനെയാണിതിൽ എല്ലാം ഇൻഗ്രീഡിയൻ്റ് എടുത്ത് ഞങ്ങൾ ബീഫ് പോയി വാങ്ങി വളർത്തുന്നു. ഇത് ഹായ് കൊടുക്ക് എല്ലാവരും. കറി എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വറ്റിക്കാം. നല്ലോണം ഒന്ന് വറ്റിക്കാം. മുകളിലൊന്ന് ഇട്ടതിന് ശേഷം നമ്മൾ നന്നാക്കി അടക്കും. അപ്പോൾ നമ്മളുടെ ബീഫ് കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, നല്ല തിളച്ച് ഒന്ന് പരുവായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് നമ്മൾ മല്ലിച്ചപ്പ്, മല്ലിയില അങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് അതായത് കറിവേപ്പില ഇവിടെ ഉണ്ടായതല്ല, ഇവിടെ പൊട്ടിച്ച കറിവേപ്പിലയാണ്. ഇതിനകത്ത് നമുക്കൊരു ശകലം പൊട്ടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. ഒരു ലേശം കുരുമുളക് ഇടാണ്ട് ഇനി നമുക്ക് കുരുമുളക് ഇതിലേക്ക് ഇനി ടേസ്റ്റ് നോക്കാനോ? ഇനി എന്നും അതിലല്ല, എന്നും ചോറെല്ലാം തിന്നണം കേട്ടോ. ഓന് ഇനിയും വേണമെന്ന്. മതിട്ടാ. ഉണ്ട്. ഇനി നമ്മള് സ്റ്റവ് അങ്ങനെ അമ്മച്ചന്റെ ബീഫ് കറി റെഡി. അടുത്ത പ്രാവശ്യം കാണാം. ബൈ ബൈ. ഓക്കേ. എല്ലാരും ഷെയറും ചെയ്യണേ.